ലോക്ക്ഡൗൺ ഒക്കെ വന്ന ശേഷം ആളുകൾ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒന്നാണ് ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറയുന്നത്. വർക്ക് ഫ്രം ഹോം ജോബ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ജോബ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഡാറ്റ എൻട്രി ജോബ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകളും ധാരാളമാണ്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സ് എങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, റിയൽ ആയിട്ട് ഡാറ്റ എൻട്രി ജോബ്സ് കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ഇത്തരം തട്ടിപ്പുകളിൽ പോയി ചാടാതിരിക്കാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുക. ദിവസം 5000 രൂപ ഉണ്ടാക്കാം, 10000 രൂപ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു മാസം 1,00,000 രൂപ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ വെറുതെ നിങ്ങൾ കയറി ഡാറ്റ എൻട്രി ജോബ്സ് സെർച്ച് ചെയ്താൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് കാണാം. അപ്പോൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ആലോചിച്ച് തന്നെ അറിയാം, നമ്മളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ഒരു മാസം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 10,000, 20,000, 30,000 രൂപയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിലിരുന്ന് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് മാസം 1,00,000 രൂപ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ അതുപോലെ ഡാറ്റ എൻട്രി ജോബ്സ് തരുന്ന കമ്പനികളുണ്ട്. നമുക്ക് പല വേക്കൻസികളും പല ജോബ് പോർട്ടലിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അവിടെയൊക്കെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഒരു 8,000 അല്ലെങ്കിൽ ഒരു 12,000 റുപ്പീസൊക്കെ ഒരു മാസം കിട്ടുന്നത്. അത് നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സാധാരണ ജോബ് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്താൽ കിട്ടുന്ന സാലറിയാണ് ഈ പറഞ്ഞത്. ഇനി അപ്വർക്ക് പോലത്തെ അല്ലെങ്കിൽ ഫ്രീലാൻസർ സൈറ്റുകളൊക്കെ ഉണ്ട്. ഫൈവർ പോലത്തെ സൈറ്റുകളിലൊക്കെ 5 സ്റ്റാർ റിവ്യൂസ് ഉള്ള ധാരാളം ഡാറ്റ എൻട്രി വർക്കേഴ്സ് ഉണ്ട്. അവർ വാങ്ങിക്കുന്ന കാശാണെങ്കിൽ പോലും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു 1000 വേർഡ്സ് ടൈപ്പ് ചെയ്യുന്നതിന് വാങ്ങിക്കുന്നത് 750 റുപ്പീസൊക്കെയാണ്. ഈ ഒരു 1000 വേർഡ്സിൻ്റെ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ കിട്ടുന്ന 1-2 വർക്കായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് അവർ ഏൺ ചെയ്യുന്ന അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക. ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പോയിട്ട് ഡെയിലി 5,000, 10,000 ഉണ്ടാക്കാൻ പറ്റുന്ന ജോബല്ല. വളരെയധികം കോമ്പറ്റീഷനുള്ള ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. പ്രത്യേകിച്ച് സ്കിൽസൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ ജോലി ചെയ്യാനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 5,000, 10,000 ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വരുന്ന ആഡുകളിൽ വീണ് നിങ്ങളുടെ സമയവും കാശും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പണം നൽകാതിരിക്കുക. ഒരു ജോലി കിട്ടാൻ വേണ്ടി, പ്രത്യേകിച്ച് ഡാറ്റ എൻട്രി ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസായിട്ടൊരു 4,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപയൊക്കെ ആദ്യം അടയ്ക്കാൻ പറയും. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ആ പൈസ പോയി എന്ന് കരുതിയാൽ മതി. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ അടച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ അവരുടെ കോൺടാക്റ്റ് കംപ്ലീറ്റ് ബ്ലോക്ക് ആയി പോകും. അതല്ലാന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു വർക്ക് തരും. നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ആക്യുറസി ഇല്ല അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. 2-3 തവണ റിജക്റ്റ് ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. ഇതാണ് സ്ഥിരമായിട്ട് നടക്കാറ്. അതുകൊണ്ട് തന്നെ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഡാറ്റ എൻട്രി ജോബ്സിൻ്റെയും പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഫ്ലെക്സ് ജോബ്സ് പോലത്തേക്ക് ഇൻ്റർനാഷണൽ വെബ്സൈറ്റ്സ് ഉണ്ട്. അവിടെ പൈസ കൊടുത്താലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതിൻ്റെയൊക്കെ റിവ്യൂസ് നോക്കിയിട്ട് മാത്രം, അല്ലെങ്കിൽ അതിനകത്ത് എത്രത്തോളം ജെന്യൂൻ ആണെന്ന് നോക്കി ഇൻ്റർനെറ്റിലൊക്കെ റിസർച്ച് നടത്തിയ ശേഷം മാത്രം അങ്ങനെയുള്ള സൈറ്റുകളിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. അല്ലാതെ വരുന്ന ഒരു 4,000, 5,000, 10,000 കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി 5,000, 10,000 ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു വരുന്ന മിക്കവാറും ഡാറ്റ എൻട്രി ജോബ്സ് എല്ലാം തട്ടിപ്പാണ്. മൂന്നാമതായിട്ട് ഇങ്ങനെയുള്ള ജോബ് ഓഫേഴ്സ് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് പഠിക്കുക. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും കിട്ടും. പക്ഷേ ഇങ്ങനെ വരുന്ന ഡാറ്റ എൻട്രി ജോബ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ പേര് ദിവസം ദിവസം മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നെഗറ്റീവ് റിവ്യൂസൊക്കെ ഒരുപാട് ഇൻ്റർനെറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ആളുകൾ സെർച്ച് ചെയ്യുന്ന അവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ അവർ പേര് മാറ്റും, വെബ്സൈറ്റ് മാറ്റും. ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നിങ്ങളൊരു വെബ്സൈറ്റ് കണ്ടത് അതിനെപ്പറ്റി ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പുതിയൊരു വെബ്സൈറ്റാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള ആരാണ്, ടീം ആരാണ്, എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം സെർച്ച് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലുള്ള അറിയാവുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ എക്സ്പേർട്സുമായിട്ട് സംസാരിച്ച ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരു ജോബ് ഓഫർ കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ജോബ് എന്നൊരു നോട്ടിഫിക്കേഷൻ കാണുന്ന സമയത്ത് തന്നെ ഒരു പേയ്മെൻറ്റ് കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് വായിച്ച് നോക്കുക. ഈ ഒരു ഡാറ്റ എൻട്രിയിലെ മറ്റൊരു തട്ടിപ്പാണ് ഈ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പലരും ഒന്നും വായിച്ചു പോലും നോക്കാതെ സൈൻ ചെയ്ത് കൊടുക്കും. സൈൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അത് ഭീഷണിയുടെ രീതിയിലേക്ക് മാറി വരുന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കൊടുത്ത വർക്ക് മോശമായി പോയി, അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലായിരുന്നു, അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം വന്നു, ഇത്ര ഫൈൻ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്ന ധാരാളം കമ്പനികളുണ്ട്. ആദ്യമൊക്കെ ഒരു റിക്വസ്റ്റായിട്ട് വരും, പിന്നീട് അത് ഭീഷണിയിലേക്ക് മാറും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ വരിയും വായിച്ച് മനസ്സിലാക്കി ഇതിനകത്ത് ഫ്യൂച്ചറിലേക്ക് ഒരു ഇഷ്യൂസും വരത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിൽ സൈൻ ചെയ്യാൻ നോക്കുക. ഒരു ഡാറ്റ എൻട്രി ജോബ്സിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച ശേഷം മാത്രം അതിലേക്ക് ചാടി ഇറങ്ങാൻ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല, നമ്മളൊരു കോൺട്രാക്റ്റ് ഒന്നും സൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് നമുക്ക് സമയമല്ലാതെ വേറെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ആദ്യം ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുന്നതാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താവുള്ളൂ. ചാടി കയറി ഒരു അബദ്ധത്തിൽ പോയി ചാടരുത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ കാണുന്ന എല്ലാ ഡാറ്റ എൻട്രി ജോബ്സും ഫേക്ക് ആണോ? അല്ല, ഇതിനകത്ത് ജെന്യൂൻ ആയിട്ടുള്ള ധാരാളം ജോബ്സും ഉണ്ട്. ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളുണ്ട്. freelancer.in അല്ലെങ്കിൽ അപ്വർക്ക്, guru.com, fiverr.com തുടങ്ങിയ വെബ്സൈറ്റിനകത്തൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഡാറ്റ എൻട്രി ജോബ്സ് കാണാം. എന്നാൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്കിൽ വേണ്ട ഒരു ജോബല്ല.
അത്യാവശ്യം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആർക്കും ചെയ്യാവുന്ന ജോബാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു ഡാറ്റ എൻട്രി ജോബ്സ് സെർച്ച് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. ഒരു ജോബ് വേണ്ട അല്ലെങ്കിൽ ഒരു ജോബ് കൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അവിടെ ഫൈവറിലൊക്കെ ഓൾറെഡി നല്ല റെപ്യൂട്ടേഷനുള്ള അല്ലെങ്കിൽ നല്ല റേറ്റിംഗ് ഉള്ള നല്ല റിവ്യൂസ് ഉള്ള ഒരാൾക്കായിരിക്കും ഈ ഒരു ജോബ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് അവിടെ തുടങ്ങി വരാൻ അല്ലെങ്കിൽ ജോബ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ആൻഡ് ഗ്ലോബൽ പോലത്തെ സൈറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് വർക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവിടെയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ട്രാൻസ്ക്രിപ്ഷനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ മാത്രമേ അത് ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കമ്പനികളൊക്കെ ഹയർ ചെയ്യാറുമുണ്ട്. ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ പുറത്തൊക്കെയുള്ള കമ്പനികളൊക്കെ ആണെങ്കിലും ഡാറ്റ എൻട്രി ജോബ്സിലേക്കൊക്കെ കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അവിടെയും കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. ആയിരക്കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുന്നതിനകത്തുനിന്ന് ഇൻ്റർവ്യൂ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഹയർ ചെയ്യുന്നത് 1, 2, 3 പേരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഡാറ്റ എൻട്രിയിൽ ഒരു ജോബ് കിട്ടുക അല്ലെങ്കിൽ വലിയൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പെട്ടെന്ന് 1, 2 ദിവസം കൊണ്ട്, പ്രത്യേകിച്ച് ജോലിയൊക്കെ ഇല്ലായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 1, 2 ദിവസം കൊണ്ട് വലിയൊരു എമൗണ്ടൊക്കെ സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വരുന്ന ഡാറ്റ എൻട്രി ജോബ്സിൻ്റെ ആഡ്സ് മിക്കവാറും എല്ലാം ഫേക്ക് തന്നെയായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ച ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.